എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീത്ത് പണിക്കരാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. സുരേഷ് ഗോപി ഇന്നലെ ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് വിവാദമാകുന്ന പശ്ചാത്തലം ആണ് എപ്പോഴും സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇന്നലെ പറഞ്ഞത് പക്ഷേ ഒരു പടി കൂടി കടന്നു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു. ഉന്നത കുലജാതർ ട്രൈബൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വലിയ രീതിയിൽ വാർത്തയാവുന്നുണ്ട്. സാർ തീർച്ചയായും പ്രസംഗം കണ്ടിട്ടുണ്ടാവും. എന്താണ് അഭിപ്രായം? വിവാദങ്ങൾക്ക് വകുപ്പുണ്ടോ? ഒന്നാമത്തെ കാര്യം, ശ്രീ സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അത് വിവാദമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവണത കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ജസ്റ്റിഫൈ ചെയ്യപ്പെടാവുന്ന വിമർശനവും വിവാദവും ഒക്കെ ഉണ്ടായിരിക്കാം, അങ്ങനെ അല്ലാത്തതും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന വിവാദം ജസ്റ്റിഫൈ ചെയ്യപ്പെടാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇംപ്രഷൻ എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം ഈ വിഷയം റിപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്കുണ്ടായ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി ഒരു സവർണ മേധാവിത്വത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിന് ഗോത്രവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ദളിതരോട് വലിയ എതിർപ്പാണ്, വിരോധമാണ്. അവരെ കൂടി ഭരിക്കാനായിട്ട് ഒരു ഉന്നത കുലജാതൻ ഉണ്ടാകണം എന്ന് അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്നുള്ളത് കേട്ടാൽ മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ, സോക്കോൾഡ് സാമൂഹ്യ പ്രവർത്തകരായിക്കോട്ടെ, അല്ലെങ്കിൽ സോക്കോൾഡ് സാംസ്കാരിക നായകരായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഘോരം ഇന്നലെ പ്രതികരിച്ചത്. ഇതിലാരെങ്കിലും ഒരാൾ സുരേഷ് ഗോപിയുടെ ആ പ്രസംഗം ഒന്ന് പൂർണ്ണ രൂപത്തിൽ കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടാകുമായിരുന്നു. നമ്മളീ പറയുന്ന പോലെ ഈ കാള പെറ്റുവെന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ കയറെടുത്തുകൊണ്ട് ഓടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേയധികം മാധ്യമ പ്രവർത്തകരും കുറേയധികം സാംസ്കാരിക നായകന്മാരും എന്ന കാര്യം ഒന്നുകൂടി തെളിയിക്കുന്ന സന്ദർഭമാണിത്. കാരണം ഒന്ന്, ഇതിൽ ബസ്റ്റ് ചെയ്യേണ്ടത് കുറേയധികം മിത്തുകളുണ്ട്. ഒന്നാമത്തെ മിത്ത്, സുരേഷ് ഗോപി ഈ സവർണ മേധാവിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ദളിത് വിരുദ്ധനാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അദ്ദേഹം ഈ സംസാരിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് താനൊരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പറായിട്ടിരിക്കുകയാണ്. ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർ ചെയ്യുന്നത് മന്ത്രി അർജുൻ മുണ്ടയാണ്. അപ്പോൾ ആ സമയത്ത് ഉദ്യോഗസ്ഥർ ഒരു കണക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. ആ കണക്കിൽ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 38,000 കോടി രൂപ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, 37,500 കോടി രൂപ എന്താണ് പ്രിസൈസ് ആയിട്ട്, ആ എമൗണ്ട് ഗോത്ര വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് അവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ ഒരു അംഗം എന്ന നിലയിൽ സുരേഷ് ഗോപി ആ കണക്കിനെ ചാലഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇത് നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചിരിക്കുന്നത്? എനിക്കിത് കാണണം. കേരളത്തിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം വരൂ, എന്നെ ഇത് കാണിച്ചു തരൂ, എവിടെയാണ് ഈ പണം ചെലവഴിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 38,000 കോടി രൂപ എന്ന് പറയുന്നത് പീനട്സ് അല്ല, അത് വലിയൊരു തുകയാണ്. അപ്പോൾ ആ തുക കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ്. എന്നിട്ട് ഒരു പടി കൂടി കടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, തൻ്റെ നിഘണ്ടുവിൽ അൺപാർലമെൻ്ററി എന്ന് കരുതാവുന്ന ഒരു പദം പോലും താൻ ആ മീറ്റിങ്ങിൽ പ്രയോഗിച്ചു എന്നാണ്. അത് ഫ്രോഡ് എന്നുള്ള ഒരു പദമാണ്. അദ്ദേഹം പറയുന്നത്, ദളിതരുടെ ഉന്നമനത്തിന്, ഗോത്രവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഈ 38,000 കോടി രൂപ ചെലവാക്കി എന്ന് പറയുമ്പോൾ അത് പല പല മേഖലകളിലായിട്ടാണ് ചെലവഴിക്കുന്നതായിട്ട് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതേപോലെ അവരുടെ പലതരത്തിലുള്ള ഫെസിലിറ്റേഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ കണക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ അവതരിപ്പിക്കപ്പെടുന്ന കണക്ക് ഫ്രോഡാണ് എന്ന് അദ്ദേഹം അവിടെ അഭിപ്രായപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതായത് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ കണക്ക് കൊണ്ടുവരികയാണ്. സത്യത്തിൽ ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പണം ചെലവഴിച്ചിട്ടില്ല, അതിനെ വകമാറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഡേറ്റയുടെ കാര്യത്തിൽ കാണിക്കുന്ന തട്ടിപ്പാണ്, ഫ്രോഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ, പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ എത്ര പണമാണോ നമ്മൾ വകയിരുത്തിയിരിക്കുന്നത് അത് കൃത്യമായി ഇവിടെ വിനിയോഗിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാതെ ഇവന്മാർക്കൊന്നും കിട്ടണ്ട, ഇവന്മാർ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന ചിന്തയുള്ള ഒരാളല്ല എന്ന് ഈ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, താൻ ആദ്യം MP ആകുന്ന സമയം മുതൽ തന്നെ മന്ത്രിയാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തനിക്ക് ഈ പിന്നാക്ക വിഭാഗം തരണം എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോടക്കം ആവശ്യപ്പെട്ടതെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇത്തവണയും അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കീഴ്വഴക്കമനുസരിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിനെ മാത്രമേ അതിൻ്റെ മന്ത്രിയാക്കാറുള്ളൂ. അപ്പോൾ സുരേഷ് ഗോപി ആ വിഭാഗത്തിലുള്ള ആളല്ല, അദ്ദേഹം മുന്നാക്ക വിഭാഗത്തിലുള്ള ആളാണ്. ഇതിലൊരു സാമൂഹ്യ പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആ വാക്കിലേക്ക്, ഉന്നത കുലജാതർ എന്നുള്ള വാക്കിലേക്ക് വരാം. പക്ഷേ അദ്ദേഹം പറയുന്ന സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്,
നമ്മുടെ നാട്ടിലുള്ള കീഴ്വഴക്കം അനുസരിച്ച് ഈ സവർണ അല്ലെങ്കിൽ എന്താണ് ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാർക്ക് ദളിത് വിഭാഗത്തിന്റെ മന്ത്രിയാകാനായിട്ട് സാധ്യമല്ല. അതങ്ങനെ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് അവിടെ മാറ്റം കൊണ്ടുവരണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കിട്ടാതിരിക്കുന്നത് കുറേയധികം കീഴ്വഴക്കങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാരും പിന്നാക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും മന്ത്രിയാവുകയും ചെയ്യണം. അവർക്ക് അതിനൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു ഭാഗം. രണ്ടാമത്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരു ഭാഗം, അദ്ദേഹം ഇതേപോലെ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. ഈ മുന്നാക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഇതൊരു സാമൂഹ്യ പരിവർത്തനമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സവർണ മേധാവിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ സവർണ മേധാവിത്വം ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് എങ്കിൽ, ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരോട് അദ്ദേഹത്തിന് പുച്ഛമാണ് എങ്കിൽ ഒരിക്കലും അദ്ദേഹം നടത്താൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് മുന്നാക്ക ക്ഷേമത്തിന് വേണ്ടി ഒരു പിന്നാക്കക്കാരൻ മന്ത്രിയാവട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളെ ഭരിക്കുന്നതിന് പിന്നാക്ക വിഭാഗത്തിലുള്ള ഒരാൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം തീരെ സവർണബോധം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന പരിവർത്തനം എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ മന്ത്രി തന്നെ പാടുള്ളൂ. അതേപോലെ തന്നെ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി അതേ വിഭാഗത്തിൽ നിന്ന് തന്നെ പാടുള്ളൂ എന്നുള്ള ചില സോഷ്യൽ കൺസ്ട്രക്റ്റുകളുണ്ട്. ഇതിലൊരു പരിവർത്തനം ഉണ്ടാവുകയും ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പിന്നാക്കക്കാരുടെ കാര്യത്തിൽ മുന്നാക്കക്കാർക്കും മുന്നാക്കക്കാരുടെ ക്ഷേമത്തിൽ പിന്നാക്കക്കാർക്കും താല്പര്യമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സാമൂഹ്യ സ്ഥിതി വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തത് ഈ ഉന്നത കുലജാതർ എന്ന വാക്കാണ്. അപ്പോൾ ഉന്നത കുലജാതർ എന്നൊരു വാക്ക് അദ്ദേഹം പറയുക, തനിക്ക് അതിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഉന്നത കുലജാതർ വരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയമേവ താനൊരു ഉന്നത കുലജാതനാണ് എന്ന് പറയുകയാണോ, അല്ലെങ്കിൽ അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു നായിഡു ഒക്കെ വരട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു സവർണ മേധാവിത്വത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയാണോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അത് അദ്ദേഹം ഈ നായിഡു ബ്രാഹ്മണനൊക്കെ പറഞ്ഞതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസാണ്, ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഉന്നത കുലജാതർ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ കേവലം ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ആ കാസ്റ്റ് സിസ്റ്റത്തിൽ ഫോർവേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേഡ് കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ജാതിവശാൽ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം, അതിനെ നമ്മുടെ നാട്ടിൽ കരുതുന്നത് എന്താണ്, ഉന്നത കുലജാതർ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് അധകൃതർ എന്നൊരു വാക്കും അല്ലാതെ ഉണ്ടായതല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് തൻ്റെ അഭിപ്രായം എന്ന രീതിയിലല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ രീതി അനുസരിച്ച് ജാതി വ്യവസ്ഥ അനുസരിച്ച് ഇങ്ങനെ ഒരു ബ്രാക്കറ്റൈസേഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്? എവിടെയാണ് സുരേഷ് ഗോപി ദളിത് വിരുദ്ധനാകുന്നത്? എവിടെയാണ് സുരേഷ് ഗോപി സവർണ മേധാവിത്വത്തിൻ്റെ സ്റ്റാമ്പ് കൊണ്ടുവന്ന് അടിക്കാൻ പോകുന്നത്? എവിടെയാണ് ദളിതരെ ഭരിക്കേണ്ടത് ഒരു ബ്രാഹ്മണനും നായിഡുവും മാത്രമായിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സവർണ ചിന്ത അദ്ദേഹത്തെ നയിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പ്രശ്നം പണ്ടൊക്കെ പലതും ഈ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള അബദ്ധമായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും മലയാളമായി കേൾക്കുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിലെ പല മാധ്യമ പ്രവർത്തകർക്കും ബഹുഭൂരിപക്ഷം വരുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും സാംസ്കാരിക നായകന്മാർക്കും മലയാളം പോലും മനസ്സിലാവാത്ത ഒരവസ്ഥയുണ്ട് എന്നാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുക. പക്ഷെ അദ്ദേഹം പറയുന്ന ആ ഒരു സാമൂഹ്യ സ്ഥിതിയെപ്പറ്റി ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇങ്ങനെ എല്ലാവരുടെയും ഒരു ക്രോസ് കൾച്ചറൽ അല്ലെങ്കിൽ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടാകും, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാകും. പക്ഷേ ആ ഇക്കോ സിസ്റ്റത്തിനെ കൃത്യമായി മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല സാധിക്കുന്നത്. നിങ്ങൾ ജെന്യുവിനായിട്ട് ഡെവലപ്പ് ചെയ്യണം, പ്രോഗ്രസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള മറ്റു വിഭാഗക്കാരും ഉണ്ടാകും. അവരെ പൂർണ്ണമായിട്ട് നിങ്ങളങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്നതോ ദളിത് ക്ഷേമം എന്ന് പറയുന്നതോ അവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. സാർ, അവിടെ ഒരു പ്രധാന കാര്യം, ഇപ്പോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോ അമെന്റ്മെന്റ് ബില്ല് അവതരിപ്പിക്കുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവിടെ പോലും ഈ പ്രധാനമായും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വഖഫ് ബോർഡിനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ പോലും ആവശ്യപ്പെടുന്നത് അവർക്ക് മുസ്ലിങ്ങളായിട്ടുള്ള മന്ത്രിമാർ വേണം എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഓരോ വിഭാഗത്തിന്റെ വേദനകൾ അതാത് വിഭാഗത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുണ്ടോ? അല്ലെങ്കിൽ അവർ തന്നെ വേണമെന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു ജനാധിപത്യ വരുന്നത് നമ്മൾ 21ാം നൂറ്റാണ്ടിലാണല്ലോ. ഇതിന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോകേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള സിസ്റ്റമാണ് അതിനെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ സിസ്റ്റത്തിനെ ആണ് ആദ്യം ഘടനാപരമായുള്ള പ്രശ്നങ്ങൾ മാറ്റേണ്ടതുണ്ട്. ആളുകൾ ഈ പറഞ്ഞതുപോലെ മുന്നാക്കരും അല്ലെ പിന്നാക്കരും ഒക്കെ ഇല്ലാതാവണമെങ്കിൽ
ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളും കാലാകാലങ്ങളിൽ പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ? നിശ്ചയമായും. അതായത് ഇപ്പോൾ മതാചാര ബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതേ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ആചാര പദ്ധതികളെ പറ്റി, സമ്പ്രദായങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയുന്നത്. അത് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഉണ്ടാകും, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും, ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു സഭാധ്യക്ഷനാകേണ്ടത് ഒരു ഹിന്ദുവാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ക്രൈസ്തവരുടെ വിവിധ സഭകളുണ്ട്. നമുക്കിപ്പം മലങ്കര ചർച്ചിനെ ഇനി ഒരു ഹിന്ദു നയിക്കണം എന്ന രീതിയിലത്തേക്കൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് സമ്പ്രദായ പ്രകാരമുള്ള, മതാചാര പ്രകാരമുള്ള അവരുടെ വിശ്വാസ പദ്ധതികൾക്കനുസരിച്ചിട്ടുള്ള അവരുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് തത്വത്തിൽ ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ദേവസ്വം എന്ന് പറയുന്നത്, അതായത് ദേവന്റെ അസറ്റ് അത് കീപ്പ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ചെയ്യുന്നത്. ഒരു ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റിലീജിയസ് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നു. ഇതിലൊക്കെ തന്നെ അതാത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വഖഫിൻ്റെ കാര്യത്തിൽ, വഖഫ് എന്ന് പറയുന്ന ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ഒരിക്കലും ഒരു മതാചാര സംബന്ധിയായിട്ടുള്ള കാര്യമല്ല. അവിടെ നടക്കുന്നത് ലാൻഡിൻ്റെ ട്രാൻസാക്ഷനാണ്, ക്രയവിക്രയമാണ്, വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൂർണ്ണമായും അത് മതാചാരവുമായിട്ടുള്ള ഒരു ബന്ധവുമുള്ള ഒരു സംഘടനയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിങ്ങൾ എത്ര നേരം നിസ്കരിക്കണം, ഏത് നിസ്കാരമാണ് ഒഴിവാക്കാൻ കഴിയാത്തത്, വെള്ളിയാഴ്ച നിസ്കാരത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ജുമാ കൂടേണ്ടത് എങ്ങനെയാണ്, ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള മതപരമായിട്ടുള്ള ഒരു ചടങ്ങിൽ എന്താണ് അഭിപ്രായം പറയേണ്ടത്, അതേപോലെ തന്നെ ഇപ്പോൾ ഹിജാബ് തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് തീരുമാനിക്കേണ്ടത്, ഇതൊന്നും വഖഫിൻ്റെ കാര്യങ്ങളല്ല. വഖഫ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സെക്യുലർ ഫംഗ്ഷൻ ചെയ്യുന്ന, ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബോഡിയാണ്. അങ്ങനെയുള്ള ഒരു ബോഡി, പ്രത്യേകിച്ച് അവരുടേത് മാത്രമായിട്ടുള്ള ഭൂമിയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതേ മതവിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണ് അതിൽ ഉണ്ടാകേണ്ടത് എന്നതിൽ ഒരു ന്യായമുണ്ടെന്ന് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇവരുമായി ബന്ധപ്പെട്ട ക്ലെയിം ഉണ്ടാകുന്നത്, ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. തന്നെയുമല്ല അവരൊരു ഡിസഡ്വാൻറ്റേജിലുമാണ്. കാരണം വഖഫ് ട്രിബ്യൂണലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഇസ്ലാം മതം അറിയുന്ന, മതത്തിൻ്റെ മാത്രമായിട്ടുള്ള തത്വങ്ങൾ അറിയുന്ന, അതിൻ്റെ ജൂറിസ്പ്രുഡൻസ് അറിയുന്ന ഒരു മതപണ്ഡിതൻ കൂടി അംഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവരുടെ ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. നമ്മൾ മറ്റിപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല, ഒരു സംവിധാനമല്ല. അതേപോലെയുള്ള മറ്റ് ട്രിബ്യൂണലുകൾ ഏതൊക്കെ വേണമെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതവുമായി അതിന് ബന്ധമില്ല. പക്ഷേ ഇവിടെ അതിൽ പോലും മതത്തിനെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പരാതിക്ക് പോകുന്ന ഒരാളിന് ബാർ ഓഫ് സിവിൽ കോർട്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ട്രിബ്യൂണലിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്കെതിരെ സാധാരണ രീതിയിലത്തേക്ക് കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ഗവർണർ പോലെയുള്ള ഹയർ ബോഡീസിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളപ്പോൾ തന്നെ നാട്ടിലുള്ള മറ്റ് നിയമങ്ങൾക്ക് മുകളിലാണ് ഇവരുടെ അധികാരം എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ തന്നെ ഈ പരാതിയുമായി വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഓബ്വിയസ് ഡിസഡ്വാൻറ്റേജിലാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ കാര്യം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അത് കേവലം ഇങ്ങനെ മതാചാരത്തിൻ്റെ രീതിയിലത്തേക്കുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളുടേത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബ്രാക്കറ്റൈസേഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഇത് വസ്തു തർക്കമാണ്. ഇപ്പോൾ എൻ്റെ ഭൂമിയിൽ ഒരാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതാണ് ഈ ഭൂമി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം എനിക്കുണ്ട്. അതേപോലെ എൻ്റെ ഭൂമി മറ്റൊരാളുടേതാണെന്ന് അയാൾ ക്ലെയിം ചെയ്യുമ്പോൾ അത് സ്ഥാപിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അയാൾക്കുമുണ്ട്. പക്ഷേ വഖഫിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഉന്നയിക്കുന്ന ആളിന്, ഇതെൻ്റെ ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്ത ആളിന് ഒന്നും ചെയ്യേണ്ടതില്ല, ക്ലെയിം ചെയ്താൽ മാത്രം മതി, മറ്റേ ആളിൻ്റെ ഉത്തരവാദിത്തമാണ് ബാക്കി എല്ലാം എന്ന് പറയുകയും അയാൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഡിസഡ്വാൻറ്റേജസ് പൊസിഷനിലായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇതിൽ മതം എവിടെയാണ്? ഇതൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സെക്യുലർ നിയമം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, സിവിൽ നിയമം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് മതപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്യുലർ ഫംഗ്ഷനെ നടപ്പാക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ കാര്യം എന്താ? ഇപ്പം ഇത് വഖഫ് പൂർണ്ണമായിട്ടും മതപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിരുന്നുവെങ്കിൽ എന്തിനാണ് ഒരു ക്രിസ്ത്യൻ്റെ ലാൻഡ് ക്ലെയിം ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് ഒരു ഹിന്ദുവിൻ്റെ ലാൻഡ് ക്ലെയിം ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് മഹാകുംഭമേള നടക്കുന്ന സ്ഥലം വഖഫ് പ്രോപ്പർട്ടിയാണ് പക്ഷേ ഞങ്ങൾ ക്ലെയിം ചെയ്യാതിരിക്കുക മാത്രമാണ് എന്ന് പറഞ്ഞ് അതൊരു ഔദാര്യമാണ് എന്ന നിലയ്ക്ക് അതിനെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് നടത്തുന്ന ഫംഗ്ഷൻസ് ഒന്നും തന്നെ വഖഫ് ബോർഡ് നടത്തുന്ന ഏത് ഫംഗ്ഷനാണ് മതപരം? ഒന്നുമില്ല. എല്ലാം ലാൻഡുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ്. ട്രാൻസാക്ഷനിലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരുമായിട്ട് കീപ്പ് ചെയ്താലും അതിൽ മതമില്ല എങ്കിൽ അത് സെക്യുലർ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ മന്ത്രി ആയിക്കോട്ടെ, ആ ബോഡിയിലുള്ള അംഗങ്ങളായിക്കോട്ടെ, അതിലൊക്കെ തന്നെ ഇതര മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ വന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഇപ്പോൾ പലരും പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ടല്ലോ എന്ന്. എവിടെ സാറേ കേസ് നടക്കുന്നത്? ഈ കേസ് നടക്കുന്നത് സിവിൽ കോടതിയിലാണ്. അതായത് ഞാൻ മറ്റൊരാളിൻ്റെ പ്രോപ്പർട്ടി എൻ്റേതാണെന്ന് ക്ലെയിം ചെയ്താൽ
അതിൽ എൻ്റെ അവകാശം എങ്ങനെയാണോ ഞാൻ സ്ഥാപിക്കേണ്ടത്, മറ്റൊരാൾ അവരുടെ അവകാശം എങ്ങനെയാണോ സ്ഥാപിക്കേണ്ടത്, അതിനുള്ള അതേ മാർഗ്ഗങ്ങളിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഏതൊരു സംവിധാനവും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളിന് മാത്രമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മൾ വഖഫ് ട്രിബ്യൂണലിൽ മാത്രം പോകുന്നു. പിന്നീട് അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട്, അതായത് ട്രിബ്യൂണലിനെ നമുക്ക് അപ്പീലില്ല, പിന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഹയർ കോടതികളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സംവിധാനം. എത്രത്തോളം മെനക്കേട്, എത്രത്തോളം പണച്ചെലവ്, എത്രത്തോളം സമയനഷ്ടം ഒക്കെ ഇതിലുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ മതം എവിടെയാണ് വരിക? ഇതിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന, നിഷ്കർഷിക്കുന്ന മതാചാരം അല്ലെങ്കിൽ മതവിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യം, സമ്പ്രദായ പ്രകാരമുള്ള ഒരു കാര്യം എവിടെയാണ് വരുന്നത്? ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പൂർണ്ണമായ സെക്യുലർ ഫംഗ്ഷനാണ്. ആ സെക്യുലർ ഫംഗ്ഷൻ സെക്യുലറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഈ നാടിന് അഭികാമ്യം. കാരണം ഇവിടെ കുറേയധികം തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഫംഗ്ഷൻ സെക്യുലറായി തന്നെ തുടരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന്, BJP എന്ന് പറയുന്ന പാർട്ടി സത്യത്തിൽ പൊതുവിൽ എപ്പോഴും പറയുന്നത് മനുസ്മൃതിയെ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയെ വെച്ച് നോക്കുന്ന സമയത്ത് ദളിതുകൾക്ക്, ഞാൻ ആ പ്രയോഗം നടത്തുന്ന ഈ നാട്ടിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗം എന്ന് നാട്ടിൽ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംവരണം സ്വന്തം പാർട്ടിയിലും നേതൃതലങ്ങളിലും മന്ത്രിതലങ്ങളിലും MLA MP സ്ഥാനങ്ങളിലും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. സ്ത്രീ പ്രാതിനിധ്യവും അങ്ങനെ തന്നെയാണ്. ഈ ഒരു സത്യം അവിടെ നിലനിൽക്കെ പല ഘട്ടങ്ങളിലും മറ്റു പാർട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവരെ മാത്രം എന്താ പറയാ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയും അതേ സമയത്ത് സ്വന്തം നിലയിലേക്കുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാതെ അതിനെ മറ്റുള്ളവർ അഡ്രസ്സ് ചെയ്തു പോകാൻ പാടില്ല എന്നുള്ളൊരു കാർക്കശ്യം അവർക്ക് പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അപ്പോ ഇത് പ്രത്യേകിച്ച് ഒരു നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വിഷയം വരുമ്പോൾ അതിന്റെ മെറിറ്റിലെടുത്ത് സംസാരിക്കുന്നില്ല എന്നൊരു പ്രശ്നവുമുണ്ട്. താങ്കൾക്കും അത് പല ഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ടാവും. സത്യത്തിൽ ഒരു മുന്നോക്കർ പിന്നോക്കർ എന്നൊക്കെ മാറേണ്ട ഒരു കാലഘട്ടം എത്തിയിട്ടും ഈ നാട്ടിൽ ഇപ്പോഴും സംവരണം അടക്കമുള്ള കാലങ്ങൾ ഇത് മാറാൻ വേണ്ടിയാണല്ലോ. കാലാകാലങ്ങളായി എടുത്ത് പ്രയോഗിക്കേണ്ട ഒന്നല്ല സംവരണം. അത് ആവശ്യത്തിനനുസരിച്ച് പരിഷ്കരിച്ച് തോത് കുറച്ച് എല്ലാവരും ഒരുപോലെ ആകാൻ വേണ്ടിയാണ് സംവരണത്തിന്റെ ഐഡിയൽ പ്രിൻസിപ്പിൾ വരുന്നത് തന്നെ. ഇതിൽ എത്ര കണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്? ഈ BJP പ്രതിസ്ഥാനത്താക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ റോളും കൂടെ നമ്മൾ പഠിക്കേണ്ടതല്ലേ, അല്ലെ പറയേണ്ടതല്ലേ? അല്ല, നോക്കുക, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ഐഡിയോളജികൾ അങ്ങനെയാണ്. അതായത് നമ്മൾ പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, ദരിദ്രൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആ ഒരു പ്രസ്ഥാനം നേരിടുന്നത് എപ്പോഴാണ്? നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വികസനം അവരിലേക്ക് എത്തി ദരിദ്രരില്ലാതെ മാറുന്ന സമയത്താണ്. ദരിദ്രർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഘടനയുടെ എക്സിസ്റ്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ദരിദ്രർ പിന്നീട് ഇല്ലാതാകുമ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രരുണ്ടാവുക എന്ന് പറയുന്നത് ചില പാർട്ടികളുടെ പ്രത്യയശാസ്ത്രപരമായി നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണ്. ചില ആൾക്കാർ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന രീതിയിലത്തേക്ക്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ കുറേ ആൾക്കാരെ എപ്പോഴും അവിടെ കിടത്തുന്നതിന് വേണ്ടി ഈ മെയിൻ സ്ട്രീം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അന്യമാണ് എന്നും നമ്മളെ അതിൽ പരിഗണിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് നറേറ്റീവ് ഉണ്ടാക്കി അങ്ങനെ ആൾക്കാരെ അത് വെച്ച് കജോൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് മനുജ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ BJP ആണ് ഏറ്റവും കൂടുതൽ ദളിത് പ്രാതിനിധ്യം നൽകുന്ന, ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം നൽകുന്ന ഒരു പാർട്ടി. ഞാൻ പറഞ്ഞത് അതുപോലും പര്യാപ്തമല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. പക്ഷേ ഇനിയും കൂടുതലായിട്ട് ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ തന്നെ കുറേയധികം എന്താണ് ഈ ആക്റ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് എത്തിയിട്ടില്ലാത്ത ഒരു ഘട്ടത്തിൽ പോലും എത്രത്തോളം പ്രാമുഖ്യം നിങ്ങൾ ഈ ദളിത് വിഭാഗത്തിന്, പിന്നാക്ക വിഭാഗത്തിന്, സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ്. എപ്പോഴും ഈ ദളിത് കോസിനെ ചാമ്പ്യൻ ചെയ്യുന്ന, അതേപോലെ വിമൻ കോസിനെ ചാമ്പ്യൻ ചെയ്യുന്ന എന്ന് നടിക്കുന്ന പാർട്ടികൾ ഒരിക്കലും ഇത് ചെയ്യാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേതൃനിരയിലേക്ക് ഇവരെ കൊണ്ടുവരാറില്ല, പ്രധാനപ്പെട്ട കമ്മിറ്റികളിലേക്ക് ഇവരെ കൊണ്ടുവരാറില്ല. പലപ്പോഴും അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യുന്ന ചില ആൾക്കാർ എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ പോലും അങ്ങനെ ആൾക്കാരുണ്ടാകുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അടുത്ത് വന്നതിന് ശേഷം ചുണ്ടിനും കപ്പിനും ഇടയിൽ മിസ്സായി പോയ KR ഗൗരിയെ പോലെയുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സുശീല ഗോപാലനെ പോലെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, പൂർണ്ണമായി ആ അർത്ഥത്തിൽ എത്തിയില്ല എങ്കിലും ജനപിന്തുണ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീമതി KK ശൈലജ അടക്കമുള്ള ആൾക്കാരവിടെയുണ്ട്. ഞാൻ പറയുന്നത് അവരെ ആരെയും ആക്കാൻ വേണ്ടി ശ്രമിക്കാത്ത, എന്നാൽ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കാത്ത നിരവധി ആൾക്കാരുണ്ട്. പല സോക്കോൾഡ് ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന ആൾക്കാരുടെയും
മുകളിലൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന ഉന്നതാധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ദളിതരുടെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. ആ രീതിയിലത്തേക്കൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇഫക്റ്റീവ്ലി ഇവർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സുരേഷ് ഗോപിയെ എന്ത് പറഞ്ഞിട്ടാണോ ആൾക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചത് അതാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഈ ദളിതരുടെ കാര്യമെല്ലാം ഞങ്ങൾ സോക്കോൾഡ് സവർണ ആൾക്കാർ നോക്കിക്കോളാം, സ്ത്രീകളുടെ കാര്യമെല്ലാം ഞങ്ങൾ പുരുഷന്മാർ നോക്കിക്കോളാം എന്നാണ് ഇഫക്റ്റീവ്ലി ഇവർ പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇവർ ഈ പ്രാധാന്യം കൊടുക്കണമായിരുന്നു, അത് ഇവർ കൊടുക്കുന്നില്ല. ഇത് ഒരു വശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. രണ്ട്, ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും സാമൂഹ്യമായിട്ടുള്ള പിന്നാക്കാവസ്ഥയുടെ ബേസിസിലാണ് റിസർവേഷൻ വരുന്നത്, മറ്റൊന്നിൻ്റെയും പേരിലല്ല. അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള പിന്നാക്കാവസ്ഥയെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം. എന്തിൻ്റെ പേരിലാണ് മെഷർ ചെയ്യുക? വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത്, അന്ന് ഉത്തരാഖണ്ഡിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു ഹൈക്കോടതിയുടെ എന്തോ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് സർക്കാർ സർവീസിൽ അതിൽ ഈ റിസർവേഷൻ കാറ്റഗറി എത്രത്തോളം റിസർവേഷൻ വേണം, പ്രൊമോഷണൽ റിസർവേഷൻ കൺസിഡർ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിനൊരു കണക്കുണ്ടായിരുന്നു. അതായത് അവരുടെ കണക്കനുസരിച്ച് മതിയായ രീതിയിലത്തേക്കുള്ള റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ മതിയായ രീതിയിലത്തേക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിസർവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തന്നെ സ്റ്റേറ്റിന് തീരുമാനിക്കാവുന്നതുമാണ്. അപ്പോൾ അന്നേരം കോടതി തീരുമാനിച്ചിരുന്നത് സ്റ്റേറ്റിൻ്റെ ഈ കണക്കുകളിലൊന്നും സംശയം പ്രകടിപ്പിച്ചില്ല, അത് ശരിയാണ്, വസ്തുതാപരമാണ് എന്ന രീതിയിൽ ഇതിനെ സംബന്ധിയായിട്ടൊരു ചർച്ചയുണ്ടായി. അപ്പോൾ ആ ചർച്ചയിൽ ഈ ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ വന്നതിന് ശേഷം പറയുന്നത്, ഞാൻ ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സാമൂഹ്യ നീതി ഉറപ്പാക്കി ഇവർക്ക് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥ മാറി തുല്യത വന്നു എന്ന് കൽപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ രസകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അത് ഈ വിവാഹം നടക്കുന്ന സമയത്താണ്. അതായത് ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആളും ബാക്ക്വേഡ് കാസ്റ്റിലും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാതെ നിരന്തരമായി വിവാഹങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് അത് സംഭവിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന എൻ്റെ ചോദ്യം, വിവാഹം എന്ന് പറയുന്നൊരു പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്കൊരു ഗവൺമെൻറ്റിന് ഒരു റൂൾ കൊടുക്കാൻ പറ്റില്ല, ഇന്ന് മുതൽ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ ബാക്ക്വേഡ് കാസ്റ്റിനെ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന് കൊടുക്കാൻ പറ്റില്ല. അതൊരു പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആൾക്കാർക്ക് വിടുക. അത് വിട്ടതിന് ശേഷം നമുക്ക് ഈ സാമൂഹ്യ നീതി ഉറപ്പാക്കാനായിട്ട് മറ്റെന്തൊക്കെ മാനദണ്ഡങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അതിപ്പോൾ അത് ജോലിയിലുള്ള റെപ്രസെൻറ്റേഷൻ, വിദ്യാഭ്യാസത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, ഗവൺമെൻറ്റിലുള്ള റെപ്രസെൻറ്റേഷൻ, അധികാരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ എന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക അവസ്ഥയും കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ സാമ്പത്തികാവസ്ഥ പരിഗണിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല സാമ്പത്തികാവസ്ഥ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സാമ്പത്തികാവസ്ഥ പരിഗണിക്കാൻ പറ്റില്ല, സാമൂഹ്യ പിന്നാക്കാവസ്ഥ എന്ന് പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത, ടാൻജിബിൾ അല്ലാത്ത ഒരു കാര്യത്തിനെ വെച്ചുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ തന്നെ പലപ്പോഴും പറയുന്നത്. അപ്പം എനിക്ക് അവരോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ക്രീമി ലെയർ എന്നുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ കോടതികൾ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? സാമ്പത്തികം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ടല്ലേ. അതല്ല എങ്കിൽ ക്രീമി ലെയർ ഇവിടെ ഉണ്ടാവില്ല. പണ്ട് പലപ്പോഴും കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഒരു ആളിൻ്റെ അവസ്ഥ, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ അവസ്ഥ എന്നത് ഡെഫിനറ്റ്ലി പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലത്തേക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ സാമൂഹ്യ പിന്നാക്കാവസ്ഥ കുറേയധികം മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും നിങ്ങളുടെ ജോലിക്കാണെങ്കിലും നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകും, നിങ്ങളെ സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്നൊരു കാര്യമുണ്ടാകും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പണം വരില്ലല്ലോ. നിങ്ങൾ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ബിസിനസ് ചെയ്ത് കഴിയുന്ന ആളാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പരിഗണിക്കാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ ഇതിനൊരു സൺസെറ്റ് ക്ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൺസെറ്റ് ക്ലോസ് നമുക്ക് വേണ്ട, ഇത് നമുക്ക് ഒരു അവകാശം പോലെയാണ്, ഇതെല്ലാ കാലത്തേക്കും തുടരണം എന്ന രീതിയിൽ പറയുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ ഇതിനെ എങ്ങനെ കോമ്പാറ്റ് ചെയ്യും? അതിന് BJPക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ്. അങ്ങനെയുള്ള ഒരു വോട്ട് ബാങ്കിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണോ, വെറുതെ നമ്മളൊരു നിയമം കൊണ്ടുവന്നതിന് ശേഷം വെറുതെ പടി മേടിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഈ രീതിയിലത്തേക്ക് സുരേഷ് ഗോപി പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, സാമൂഹ്യ പരിവർത്തനം, ആ പരിവർത്തനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ വില്ല് ഉള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകണം, ഒരു ഭരണകൂടം ഉണ്ടാകണം. കം വാട്ട് മേ, ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇവിടെയുള്ള തുല്യതയാണ് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നത്, അതിന് വേണ്ടുന്ന രീതിയിലത്തേക്ക്. ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായം, സാമൂഹ്യ പിന്നാക്കാവസ്ഥ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ആ സാമൂഹ്യ പിന്നാക്കാവസ്ഥ മാറുന്നത് വരെ നമ്മൾ ആ റിസർവേഷൻ പൂർണ്ണമായും കൊടുക്കണം. പക്ഷേ സാമൂഹ്യ പിന്നാക്കാവസ്ഥ എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം, കൃത്യമായ കണക്കുകളോട് കൂടി നമുക്കതിനെ മെഷർ ചെയ്യാൻ സാധിക്കണം. എന്നിട്ട് പിന്നീട് പയ്യെ ആധുനിക കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലത്തേക്ക്, നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണല്ലോ ഈ ഇന്നിക്വിറ്റിക്ക് കാരണം. ആ ഹിസ്റ്റോറിക്കൽ റീസൺസ് 75 വർഷമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഭരണത്തിൻ്റെ പരാജയമാണ്. എന്നിട്ട് നമ്മൾ ആ തുല്യത കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സർക്കാർ തന്നെ ആൾക്കാരെ ഫോർവേഡെന്നും ബാക്ക്വേഡെന്നും ടൈം ചെയ്യുന്നതിനെ മാറ്റിയതിന് ശേഷം സർക്കാർ ഇവിടെ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക അടിസ്ഥാനത്തിലേക്കുള്ള ഒരു സംവരണം കൊടുക്കണം. കാരണം സാമ്പത്തിക അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പണം കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ എംപവർ ചെയ്യും. ആൾക്കാർക്ക് തുല്യതയ്ക്കുള്ള എല്ലാ അവകാശവും, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ വരെ, നിങ്ങൾക്ക് മെഡിസിൻ ആണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ വരെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിലത്തേക്ക് നിങ്ങളെ എംപവർ ചെയ്യുക.
നിങ്ങൾക്ക് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുക, എക്സ്ട്രാ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടുക, അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ അത് കിട്ടുക, നിങ്ങൾക്കൊരു പരീക്ഷ എഴുതണമെങ്കിൽ അതിന് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ്, ഇതെല്ലാം തന്നെ സർക്കാർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യട്ടെ. എന്നിട്ട് ഒരു ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായി ആ തുല്യതയോടുകൂടി മറ്റുള്ള ജനറൽ കാറ്റഗറിയോടൊപ്പം തന്നെ നിങ്ങൾ മത്സരിക്കൂ. അങ്ങനെ മത്സരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ബെനിഫിറ്റ് റിയലൈസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ പ്രശ്നം മറ്റൊരു ബബിൾ ബ്രേക്കിങ്ങും ആവശ്യമാണല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ അവർ മാത്രം അവരുടെ പ്രശ്നങ്ങൾ അവർ മാത്രം ഐഡന്റിഫൈ ചെയ്യുക, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനൊക്കെ ഉപരിയായി അതൊരു ബബിൾ ബ്രേക്കിംഗ് ആവശ്യമുണ്ടല്ലോ. സമൂഹത്തിലേക്ക് അത് എല്ലാ ഏരിയകളിലേക്കും ആളുകൾ എത്തുകയും എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല അവർ പുറത്തേക്കും വരണമല്ലോ. നിശ്ചയമായും. ഇതിനുള്ളിൽ മാത്രം മനുജ, അതിലൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്നും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിന് IAS കിട്ടിയാൽ അത് ഫ്രണ്ട് പേജ് വാർത്തയാണ്. എന്തുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്? ആ വാർത്തയാകുന്നതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സാധാരണഗതിയിൽ IAS കിട്ടേണ്ട ഒന്നുമല്ല. പക്ഷേ ഇവിടെ എന്തോ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഉള്ള ഒരാളിന് അത് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ വാർത്തയുടെ പിന്നിലെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിനെ വളരെ വളരെ ഇകഴ്ത്തുന്നതാണ്. ഇവരിങ്ങനെയുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അതിന് പിന്നിലുണ്ട്. ഞാൻ പറയുന്നത് ആ ചിന്ത മാറണം. ഇവരും എല്ലാവരെയും പോലെ തന്നെയാണ്, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കുറവുകളില്ല. ഇവരും എല്ലാവരെയും പോലെ തന്നെയാണ്. പക്ഷേ സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം എന്നാണ് നമ്മൾ ഈ തുല്യത അച്ചീവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാർത്തയല്ലാതെ ആകുന്ന സമയത്താണ്. അതായത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിന് IAS കിട്ടി, ഒരാളിന് IPS കിട്ടി എന്ന് പറയുന്നത് ഒരു വാർത്തയല്ലാതെ അതൊരു സാധാരണ സംഭവം പോലെ ആയി മാറുന്ന ഒരു ദിവസം, അന്നാണ് തുല്യത. ഞാൻ പറഞ്ഞ ആ തുല്യതയിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ്? നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കണം. മറ്റാരും വരുന്നതിനോടൊപ്പം തന്നെയുള്ള പ്രിപ്പയർഡ്നെസ് നിങ്ങൾക്കുണ്ടാകണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിരിക്കണം. ഞാൻ കരുതുന്നത് അവിടെയാണ്. അതല്ലാതെ നമ്മളിങ്ങനെ എണ്ണം തിരിച്ച് ഇങ്ങനെ കൊണ്ടുകൊഴിഞ്ഞ് റിവേഴ്സ് അപ്പാർത്തൈഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു റിവേഴ്സ് അയിത്തമാണ്. പണ്ട് കാലത്ത് ബ്രാഹ്മണനായിരുന്നു കൂടുതൽ അധികാരമെങ്കിൽ മറ്റുള്ള പല വിഭാഗങ്ങളെയും അവൻ വകവെച്ചില്ല എങ്കിൽ ഇന്നത് തിരിച്ചു കൊടുത്ത് ബ്രാഹ്മണനെ നമ്മൾ ഒരു മൂലയ്ക്ക് ചവിട്ടിയിടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു റിവേഴ്സ് അയിത്തമാണ്. അതല്ല സാമൂഹ്യനീതി, തുല്യനീതി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാവുക. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആയിരുന്നല്ലേ. അപ്പോൾ അദ്ദേഹം MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർശനവും പത്രത്തിൽ വാർത്തയാണ്. എന്തുകൊണ്ടാണ് വാർത്തയാവുന്നത്? ഇതേ മനഃശാസ്ത്രമാണ്. അതായത് രാഹുൽ ഗാന്ധി വലിയ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ വലിയ ആളാണ്. രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിലെ ആളല്ല. അദ്ദേഹം ഇവിടെ വരേണ്ട ആളൊന്നുമല്ല. പക്ഷേ എന്തോ അദ്ദേഹത്തിന്റെ ഒരു ബെനവലൻസ് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകത പോലെ അദ്ദേഹം വന്നു എന്ന് വെച്ചാൽ ആന്റണി പത്തനംതിട്ട വിസിറ്റ് ചെയ്യുന്ന വാർത്തയാവില്ല എങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കെ അല്ലെങ്കിൽ MLA ആയിരിക്കെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോകുന്ന വാർത്തയല്ല എങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നതും വാർത്തയല്ലാതാവണം. വാർത്തയല്ലാതാവുന്ന എപ്പോഴാണ്? ഇത് ഫ്രീക്വന്റ് ആവുമ്പോഴാണ്. അദ്ദേഹം ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും നഷ്ടപ്പെടും. കറക്റ്റ് എന്ന് വെച്ചാൽ അതർവൈസ് നമ്മൾ ചിന്തിക്കുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ ഒന്നും വരേണ്ട ആളല്ല, പക്ഷേ എന്തോ അദ്ദേഹം വന്നു മഹാകാര്യം എന്ന് ചിന്തിക്കുന്നിടത്താണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഇപ്പോഴും നമ്മുടെ MP ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളിൽ ഒരാളാണ്, നമ്മുടെ പ്രതിനിധിയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് AK ആന്റണി ചായക്കടയിൽ കയറി പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ വാർത്തയാവില്ല, രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വന്ന വാർത്തയാവും. എന്തുകൊണ്ടാണ്? ഈ മനഃശാസ്ത്രമാണ്. അതായത് രാഹുൽ ഗാന്ധി ചായക്കടയിൽ കയറി പൊറോട്ട കഴിക്കേണ്ട ആളല്ല, എന്നിട്ടും അദ്ദേഹം അത് ചെയ്തു. കൗതുകമുണ്ട്. ഈ കൗതുകം വേറൊരാളുടെ കാര്യത്തിൽ ഇല്ല. ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ മനഃശാസ്ത്രം. ഈ മനഃശാസ്ത്രത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവരെ എക്വിപ്പ് ചെയ്യുക. അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ സ്പോൺസർ ചെയ്യുക. അങ്ങനെ സ്പോൺസർ ചെയ്തതിന് ശേഷം അവർക്ക് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇളവുകൾ കൊടുക്കുകയല്ല വേണ്ടത്. ഒരു മത്സര പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാറ്റഗറി ഉണ്ടാകും, ഒറ്റ ക്രൈറ്റീരിയ ഉണ്ടാകും, അത് മെറിറ്റ് ആയിരിക്കണം. അവിടെ അതിലേക്ക് നിങ്ങളെ എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസർവേഷൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് നൽകാം, ഫിനാൻഷ്യൽ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് നൽകാം. പക്ഷേ നിങ്ങൾ അവിടെ എത്തുന്ന അവസര സമത്വം എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിന്ന് വന്നിരിക്കുന്ന അത്ലറ്റ് ആണെങ്കിലും ഉസൈൻ ബോൾട്ട് ആണെങ്കിലും ഒരിടത്ത് നിന്നാണ്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർക്ക് സാമൂഹ്യമായിട്ട് കുറേയധികം പ്രശ്നമുണ്ട്, അതുകൊണ്ട് 10 മീറ്റർ മുന്നിൽ വെച്ചിട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അവിടേക്ക് നമ്മൾ ഒളിമ്പിക്സിലേക്ക് നമ്മൾ എക്വിപ്പ് ചെയ്ത് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കണം. ഞാൻ കരുതുന്നത് അത് ഫൈനാൻഷ്യലി മാത്രമേ ചെയ്യാൻ കഴിയൂ. ഈ രീതിയിലത്തേക്കുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സർക്കാരിന് സാധിച്ചാൽ ഒരുപക്ഷെ ഞാൻ കരുതുന്നത് മെജോറിറ്റി ജനം അതിന് തയ്യാറായിട്ടുണ്ടാകും. പക്ഷേ രാഷ്ട്രീയ സംഭാഷണം പോലെ ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതാണ് ഇതിന്റെ പ്രശ്നമേ. പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇതൊരു റൈറ്റ് ആണ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ഇതൊരു റൈറ്റ് അല്ല.
മറിച്ച് ഇത് ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു തെറ്റിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ ഇക്വിറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതൊരു ബർത്ത് റൈറ്റ് അല്ല, അത് നമ്മളുടെ ജന്മാവകാശമല്ല, മറിച്ച് അത് ഈ സമൂഹം അതിൻ്റെ പ്രതിജ്ഞാബദ്ധമായിട്ട് നിങ്ങളോട് നൽകുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നത് നൽകാം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമല്ല, മറിച്ച് നിങ്ങൾക്ക് 18 വയസ്സാകുന്ന സമയത്തുള്ള വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അവിടേക്കുള്ള പരിവർത്തനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ആ പരിവർത്തനത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ നിന്ന് മാറി മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ CPM എന്ന് പറയുന്ന വളരെ ലെഫ്റ്റ് പ്രോഗ്രസീവ് ആശയങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ എത്ര പേരാണ് ദളിത് ആൾക്കാരെ മറ്റു വിഭാഗങ്ങളുടെ മന്ത്രിമാരാക്കുന്നത്? എത്ര പേരാക്കും? ദളിതനാണോ ദളിത് വിഭാഗം കൈകാര്യം ചെയ്തു? അല്ലേ? അങ്ങനെയല്ലാതെ ഞാൻ പറയുന്നത് മറ്റു വിഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. വളരെ റെയറാണ് നമ്മുടെ നാട്ടിൽ അത് നടന്നിട്ടുള്ളത്. അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ള ഇപ്പം മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ദളിത് വിഭാഗത്തിന്റെ മന്ത്രിയാക്കി ഇടുക അല്ല വേണ്ടത്. നിങ്ങൾ അദ്ദേഹത്തിന് വേറൊരു വകുപ്പ് കൊടുക്കുക. എന്താ കൊടുക്കാത്ത? ജലസേചനം എന്താ കൊടുക്കാത്ത? എന്താ PWD കൊടുക്കാത്ത? ടൂറിസം കൊടുക്കാത്ത എന്താ? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ചില കാറ്റഗറി ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് അത് കൊടുത്തിരുന്നത് മികച്ച മാതൃകയായിരുന്നു. ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു വലിയ മാറ്റമാണ്. അതിനുള്ള എക്സ്പീരിയൻസും ട്രാക്ക് റെക്കോർഡും പക്വതയും മെച്ചൂരിറ്റി എല്ലാം ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞത് വെറുതെ ഒരു റാൻഡം ഒരാളിന് കൊടുക്കുന്ന കാര്യത്തിനെ പറ്റിയല്ല. കേപ്പബിൾ ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന സാമൂഹ്യനീതി. അത് നമ്മുടെ സംവിധാനത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏത് കാലത്ത് കൊണ്ടുവരും? അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ദളിത് ഉന്നമനം, ദളിത് തുല്യത എന്നൊക്കെ പറയുന്നത് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുറേയധികം ഈ തഗ് ഡയലോഗുകൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ടും പല പുസ്തകോത്സവ വേദികളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും മാത്രമുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറി. സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തുല്യതയാണ് എങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ 38,000 കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്ന സമയത്ത് പൊന്നു സാറേ ഇത് ഫ്രോഡാണ്, നിങ്ങൾ ഈ പറയുന്ന കണക്ക് തെറ്റാണ്, ഇവിടെ ഈ സാധനം ഗ്രൗണ്ടിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകണം. ആ പറയുന്നതിൽ എല്ലാവരും ഉണ്ടാകണം. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ എന്തിനാണ് സവർണ പദയാത്ര എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു പദയാത്ര മന്നത്ത് പത്മനാഭൻ നയിച്ചത്? എന്തിനാ? മന്നത്ത് പത്മനാഭൻ്റെ നായർ സമുദായത്തിന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ പാതകളും ആക്സസിബിൾ ആയിരുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. മന്നത്ത് പത്മനാഭൻ പോയാലും കുഴപ്പമില്ല, മന്നത്ത് പത്മനാഭൻ്റെ വിഭാഗത്തിലുള്ള നായർ വിഭാഗത്തിലുള്ള ആൾക്കാർ പോയാലും അവർക്ക് അയിത്തമില്ല, അവരെ മാറ്റി നിർത്തിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്തിനാ സമരത്തിന് ഇറങ്ങിയത്? അത് അദ്ദേഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാണ്. ഞാൻ അനുഭവിക്കുന്ന ലക്ഷറി, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇതെനിക്ക് മാത്രമല്ല, എൻ്റെ സമുദായത്തിന് മാത്രമല്ല, അത് നിഷേധിക്കപ്പെട്ട സമുദായങ്ങൾക്ക് കൂടി അർഹതയുള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് 100 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം ഇറങ്ങിയത്. അതുകൊണ്ടാണ് അദ്ദേഹം കാൽനടയായിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും, പെറ്റീഷൻ കൊടുക്കും എന്ന് പറഞ്ഞത്. ആദ്യം 3-4 പേര് മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അത് വൈക്കത്ത് എത്തുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ അതിനകത്തിൽ ഉണ്ടായതിൻ്റെ കാരണം ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. നേരെ മറിച്ച് മന്നത്ത് പത്മനാഭൻ നായരല്ലേ, പുള്ളിക്ക് എന്താണ് ഈ ഇത്തരത്തിലുള്ള വിഷയത്തിൽ, ദളിത് വിഷയത്തിൽ കാര്യം, പുള്ളി മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അതുകൊണ്ടാണ് ദളിതരുടെ വിഷയമാണോ നായരുടെ വിഷയമാണോ ബ്രാഹ്മണന്റെ വിഷയമാണോ ഇതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കോമൺ ആയിട്ടുള്ള വിഷയമാണ് എന്ന് കരുതി ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന ഇക്വിറ്റിയും ഇക്വാലിറ്റിയും ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പ്രോഗ്രസീവ് എന്ന് അഭിനയിക്കുന്ന പല ആൾക്കാരും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നിടത്താണ് നമ്മൾ ഈ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങളെയൊക്കെ തന്നെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തതിന് ശേഷം സുരേഷ് ഗോപി ഇവിടെ സവർണ മേധാവി, മാടമ്പി, ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഇതിനൊക്കെ ഉപയോഗിക്കുക. താൻ പോരിമക്കാരൻ, തൻ്റെടി, ദളിത് വിഭാഗങ്ങളെ നൂറ്റാണ്ടിലെ മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ഈ ഒരു കാര്യത്തിൻ്റെ പേരില്ല. ഈ മനുസ്മൃതി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇവിടെ മനോരമയുടെ ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകോത്സവം ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് ബീച്ചിലാണ് നടന്നത്. അതിലൊരു സെഷനിൽ ദളിത് വിഷയവുമായി ബന്ധപ്പെട്ട അംബേദ്കറെ പറ്റിയുള്ള ഒരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു, മറ്റ് കുറച്ച് ദളിത് ആക്ടിവിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മനുസ്മൃതിയാണ്. ഈ മനുസ്മൃതിയെ പറ്റി ഇങ്ങനെ ഘോരം ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തിങ്ങി നിറഞ്ഞ ഓഡിയൻസാണ്. ഇരിക്കുന്ന സീറ്റുകൾ കവിഞ്ഞതിന് ശേഷം പിന്നീട് ആൾക്കാർ ചുറ്റും നിൽക്കുന്ന ഒരു വലിയ രീതിയിലത്തേക്കുള്ള ഒരു സംഭവം. ഞാൻ ആ മൈക്ക് എടുത്തിട്ട് ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ മനുസ്മൃതി വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. അടുത്ത് കഴിഞ്ഞ് ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ലഘൂകരിച്ചിട്ട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ മനുസ്മൃതിയുടെ ഒരു കോപ്പി കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഒരാളാണ് കൈപൊക്കിയത്, ഈ തിങ്ങി നിറഞ്ഞ ഓഡിയൻസിൽ. പക്ഷെ ആൾക്കാരുടെ അഭിപ്രായം മുഴുവനും മനുസ്മൃതിയാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ഞാൻ പറഞ്ഞത് വഴിതെറ്റിച്ചോട്ടെ, നിങ്ങളത് പഠിക്കണം. പഠിച്ചിട്ട് വഴിതെറ്റിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ രേഖാമൂലം അല്ലെങ്കിൽ റെഫറൻസ് സഹിതം സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. അതല്ല എങ്കിൽ എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്ന ചില വാക്കുകളാണ്. അതായത് ഇന്നയാളെ വിമർശിക്കുന്നതിന് നമുക്ക് ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഗുജറാത്ത് ശൂലം ഭ്രൂണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില നറേറ്റീവുകൾ, 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. ഇത് ഒരു കാലത്തും പോവില്ല.
ഇതിങ്ങനെ എല്ലാ കാലവും ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ട് അവിടെ കിടക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത ഒരു പൊതു ചർച്ചയിൽ, ഒരു പൊതുവേദിയിലെ ചർച്ചയിൽ പോലും ഈ ശൂലവും ഭ്രൂണവും ഞാൻ കേട്ടതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ആക്കിക്കൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പോകും. ഇതിൻ്റെ സത്യം എന്താണ്? ഇങ്ങനെയാണോ? സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാലത്തേക്കുള്ള നിയമമാണോ? ഒരു കാലത്തിൻ്റെ നിയമമാണോ? ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. ഇപ്പോൾ മഹാത്മാഗാന്ധി വിവാഹം കഴിക്കുന്ന സമയത്ത് ശൈശവ വിവാഹം എന്ന് പറയുന്നത് വാസ് ബൈ നോം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇരുന്നിട്ട് മഹാത്മാഗാന്ധി അയ്യോ കൊച്ചു പരുവത്തിൽ കല്യാണം കഴിച്ച ആൾ എന്തൊരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ല. അന്നത്തെ കാലത്തെ സാമൂഹ്യ നിയമം അത് അനുവദിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ മുസ്ലിം സ്ത്രീകൾ പ്യൂബർട്ടി ആകുന്ന സമയത്ത് വിവാഹപ്രായം, സിവിൽ കോഡ് വരുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ സിവിൽ കോഡ് വന്നു. സിവിൽ കോഡ് വരുമ്പോൾ എത്ര വയസ്സായി? 18 21 ഒക്കെ വയസ്സാവും. 100 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയ്യോ ദാണ്ട് ഉത്തരാഖണ്ഡിൽ പണ്ട് പ്യൂബർട്ടി ആവുന്ന സമയത്ത് മുസ്ലിം പെൺകുട്ടികൾ വിവാഹം കഴിക്കുമായിരുന്നു, എന്ത് മോശം പെൺപിള്ളേരായിരുന്നു, കുടുംബമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇന്നത്തെ നിങ്ങളുടെ നിയമം ഇതാണ്, അന്നത്തെ കാലത്തെ നിങ്ങളുടെ നിയമം അതായിരുന്നു. കാലാനുസൃതമാണല്ലോ നിയമങ്ങൾ സ്മൃതി പരിഷ്കരിക്കപ്പെടുന്നത്. എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കാലത്തിന്റെ നിയമമാണ്, അല്ലാതെ എല്ലാ കാലത്തേക്കുള്ള നിയമമൊന്നുമല്ല. അത് തെറ്റായിരുന്നിരിക്കാം, ശരിയായിരുന്നിരിക്കാം, പക്ഷെ അത് ആ കാലഘട്ടത്തിൻ്റെതാണ്. അതിന്റെ പേരിൽ ഇന്നൊരാളിനെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിനെ പറ്റി പോലും പലപ്പോഴും വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സംഘടനയുടെ പാസ്റ്റ് ലീഡർഷിപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസന്റ് ലീഡർഷിപ്പ് ഉത്തരവാദികളല്ല. അതൊരു കറക്റ്റ് പൊസിഷനാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് യാതൊരുവിധ കാര്യവും ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്ത് ഇപ്പോൾ മനുസ്മൃതി പുസ്തകം നിരോധിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്ത് അതിൻ്റെ ഒരു പാപഭാരം പേറിക്കൊണ്ട് പോകേണ്ടുന്ന ഒരു ഗതികേട് ഒരാൾക്കുമില്ല, ഒരു സംഘടനയ്ക്കുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കാര്യം ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ചോളൂ. ഇന്ന് വിമർശിക്കാൻ നിയമങ്ങളില്ലാഞ്ഞിട്ടാണോ? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വിമർശിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇക്വിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് എന്താണോ നമ്മുടെ സോഷ്യൽ നോം, അതിനനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്താണ് നമ്മൾ ഈ പരിഷ്കർത്താക്കളാകുന്നത്, പുരോഗമനവാദികളാകുന്നത്. അങ്ങനെയാണ് എല്ലാ ആൾക്കാരും. നമുക്ക് എത്രയോ നൂറ്റാണ്ട് മുമ്പൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ, നമ്മൾ പറയുന്ന ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ അന്നുണ്ടായിരുന്ന കൺവെൻഷനെ ബ്രേക്ക് ചെയ്യാനാണ് നോക്കിയത്. അതല്ലാതെ പണ്ട് കാലത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ ചെയ്തിട്ട് അങ്ങനെ വിഷമിച്ച് അതിനെ ശപിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്തത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പറയുന്ന പല ആൾക്കാരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം ഇന്ന് അവർ അത്രത്തോളം നാരോ ഫോക്കസ്ഡ് ആണ്, അവർക്കെല്ലാം ഷോർട്ട് സൈറ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. ഒന്ന്, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം. പറയുന്നത് ചിലപ്പോ അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾക്ക് പൂർണ്ണമായി എതിർക്കാം. അത് ഒരു ജനാധിപത്യ അവസ്ഥയിൽ അത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ആദ്യ 2 സെന്റൻസ് മാത്രം ട്രിം ചെയ്തെടുത്ത് വെച്ചിട്ടാവരുത് പക്ഷെ നിങ്ങളുടെ വിമർശനം. മുഴുവൻ കേട്ടതിന് ശേഷം ഇതിൽ പറഞ്ഞതിൽ ഇത്തരം ഭാഗങ്ങളോട് എതിർപ്പുണ്ട്, പക്ഷെ അത് പറഞ്ഞത് ചിലപ്പോൾ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഞാൻ എതിർക്കുന്നു എന്ന് പറയാം. പക്ഷെ ഏതെങ്കിലും ഒരു പ്രൊപ്പഗൻഡ നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്ന കുറച്ച് സോഷ്യൽ നോംസ് അല്ലെങ്കിൽ പുലർത്തി പോന്നിരുന്ന അതേ വാചകങ്ങൾ എല്ലാ കാലഘട്ടത്തിലും തന്നെ ആയിരിക്കണം ഒരാൾ പറയുന്നത് എന്ന് ശഠിക്കാൻ നമുക്ക് അവകാശമില്ല. പിന്നെ നമ്മൾ ഈ 75 വർഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ഇപ്പുറവും സംവരണവും കൊണ്ട് നടക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു ഗതികേടാണ് നമ്മുടെ നാടിന്റെ. അതൊക്കെ മാറി മറിഞ്ഞ് എല്ലാവരും തുല്യരാകുന്ന അവസര സമത്വം മാത്രം ഉണ്ടാവേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിന്നിട്ടും നമ്മൾ ഇപ്പോഴും അവിടെ ആദ്യത്തെ ബേബി സ്റ്റെപ്പിൽ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വിമർശനാത്മകം ആയിട്ട് അതിനെ നിങ്ങൾ കാണേണ്ടതാണ്. അതിനേക്കാൾ ഉപരിയായി ഇതിനൊക്കെ താഴെ ഇതിലൊന്നും എത്താത്ത, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്ന സാധാരണക്കാരായ ആ പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെ കൂടിയാണ് നിങ്ങൾ മറയാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. എന്നാലും ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ തന്നെ എതിർക്കുകയോ എന്ത് തരത്തിലുള്ള കാര്യങ്ങളോ ആകാം, പക്ഷെ അത് മെറിറ്റ് അനുസരിച്ചായിരിക്കണം. അത് എന്തെങ്കിലും തരത്തിൽ സോഷ്യൽ വാല്യൂ ഉണ്ടാവേണ്ടതുണ്ട്. അത് സമൂഹത്തിൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് വലിയ രീതിയിൽ ചാനൽ ചർച്ചയിലൊക്കെ ഒരുപാട് ആക്ടിവിസ്റ്റുകൾക്ക് വന്നു പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി ശ്രീ പണിക്കർ. നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ് വെച്ച് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.